നമസ്കാരം. തനിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നാരോപിച്ച ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ വെല്ലുവിളിയുമായി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത്. തന്റെ തീവ്രവാദ ബന്ധം ഡിവൈഎഫ്ഐ തെളിയിക്കണമെന്നാണ് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ വെല്ലുവിളി. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ആരോപിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടണമെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകിയില്ലെങ്കിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും എല്ലാ തരത്തിലുള്ള പാർട്ടി കൂറും വിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തതെന്നും ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമ്പത്തികമായി എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നതെന്ന് എന്റെ ഭാര്യ പറയുമെന്നും എന്നെ മർദ്ദകനെന്നോ തെമ്മാടിയെന്നോ നാറിയെന്നോ വിളിച്ചോട്ടെ, ഞാൻ സഹിക്കും. പക്ഷേ മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ സഹിക്കില്ലെന്നുമാണ് ബാബു പെരിങ്ങേത്ത് പറയുന്നത്. ജനുവരി 11-നുള്ളിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണം കിട്ടിയില്ലെങ്കിൽ ഈ നിമിഷം വരെ എതിർത്ത മറ്റൊരു ചിന്തയിലേക്ക് കുടുംബം ഉൾപ്പെടെ മാറുമെന്നാണ് കടുത്ത CPM അനുഭാവിയായ ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് പറയുന്നത്. ഒരു സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് രൂക്ഷമായ ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഡിവൈഎസ്പിയും രംഗത്തെത്തിയിരുന്നു. ബാബു പെരിങ്ങേത്ത് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങിയെന്ന് രജീഷ് ആരോപിച്ചിരുന്നു. അതിനിടെ ഡിവൈഎഫ്ഐ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടണമെന്ന് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ആവശ്യപ്പെട്ടു. വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും എല്ലാ തരത്തിലുള്ള പാർട്ടി കൂറുമിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തുവെന്നും വ്യക്തമാക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും ഡിവൈഎസ്പിയുടേതായി പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവങ്ങളുടെ തുടക്കം. മൻസൂർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎസ്പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. പണം കൈപ്പറ്റി കോളേജ് മാനേജ്മെന്റിനെ സഹായിക്കാനാണ് ഡിവൈഎസ്പി ശ്രമിക്കുന്നതെന്നും സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത് അതുകൊണ്ടാണെന്നും രജീഷ് ആരോപിച്ചിരുന്നു. ഡിവൈഎസ്പിയെ തെരുവിൽ നേരിടുമെന്നും വെല്ലുവിളിക്കുകയും ചെയ്തു. ഉത്തരവാദിത്തപ്പെട്ടവർ പറത്തുവിട്ട ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഏറ്റവും ചുരുങ്ങിയത് 3 പേരെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചവർ തെളിവ് തരണം. അതിന് 2025 ജനുവരി 11 വരെ സമയം തന്നിരിക്കുന്നുവെന്നും ഡിവൈഎസ്പി കുറിച്ചിട്ടുണ്ട്.